ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് ജിയോജിത്തിന്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മലയാളത്തിൽ കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നതും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളുമുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ്. ഓൺലൈനായിട്ട് ജിയോജിത്തിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അയച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ കസ്റ്റമർ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനുള്ള മികച്ച സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസിന്റെ മറ്റ് 5ഓളം സേവനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് തുടങ്ങിയവയെല്ലാം മലയാളത്തിൽ നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് കൂടി ലഭിക്കുന്നതാണ്. ഇനി ബ്രാഞ്ചിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജിയോജിത്തിന്റെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓൺലൈനായി ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വെബ്സൈറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റെസിഡൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് OTP സെൻഡ് ആവും. അതായത് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ OTP എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയതിനു ശേഷം മാത്രമാണ് അടുത്ത നെക്സ്റ്റ് കുറച്ച് സ്റ്റെപ്പുകളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ മൊബൈലിൽ OTP വന്നിട്ടുണ്ട്, ഓൺ ടൈം പാസ്വേഡ്. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും, ജസ്റ്റ് ഒന്ന് വെരിഫൈഡ് ആവും. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച ഇമെയിൽ ID ആയിരിക്കണം നിങ്ങൾ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇമെയിൽ ID നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമെയിലിലേക്കും ഒരു OTP സെൻഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജിമെയിലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു OTP വന്നിട്ടുണ്ടാകും. ആ OTP എടുത്ത് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ കാണിക്കും. അതായത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൺഫേം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് നിങ്ങളുടെ പാൻ കാർഡ് വെരിഫൈ ആകുമ്പോഴാണ് ഇതുപോലെ കാണിക്കുന്നത്, ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആണെങ്കിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ ആധാർ വിവരങ്ങൾ ഇതിലേക്ക് വരുന്നത് ഡിജി ലോക്കർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡിജി ലോക്കറിൽ നിന്നും ആധാർ വിവരങ്ങൾ ഇവർക്ക് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അനുമതി കൊടുക്കുക. അത് ഇവിടെ കാണുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ആധാർ വിവരങ്ങൾ കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിലൊരു OTP ഉണ്ടാവും. ആ OTP നിങ്ങൾ ഇവിടെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള OTP ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിജി ലോക്കർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഡിജി ലോക്കറിൻ്റെ പാസ്വേഡ് ആയിട്ടുള്ള 6 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഡിജി ലോക്കർ സൈൻ ചെയ്യുക. ഡൺ എന്ന് പറഞ്ഞ ഓപ്പൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിന് താഴെ അലോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആധാർ വിവരങ്ങൾ ഇവർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഡിജി ലോക്കറിൽ നിന്നും നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സെഗ്മെൻറ്റിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ഇക്വിറ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, അതുപോലെയുള്ള കുറേ കറൻസി, പിന്നെ കമ്മോഡിറ്റി ട്രേഡിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇതെപ്പോൾ വേണമെങ്കിലും വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കമ്മോഡിറ്റി ട്രേഡിങ്ങിനും ഡെറിവേറ്റീവ് മാർക്കറ്റൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്. അല്ല എങ്കിൽ നമ്മളത് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതുപോലെ കാണുന്ന ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ അലോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഇങ്ങനെ അലോ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക.
ലൊക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപ്ചർ എന്നുള്ളിടത്ത് നമ്മുടെ ഒരു സെൽഫി എടുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ നോമിനി വിവരങ്ങൾ കൂടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ വാർഷിക ഇൻകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻകം എത്രയാണ് അത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് വാർഷിക നിങ്ങളുടെ ഒരു ബിസിനസ്സാണോ ചെയ്യുന്നത്, ഹൗസ് വൈഫാണോ റിട്ടയർഡ് ആണോ ഇങ്ങനെയുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിക്കും. അപ്പോൾ വാർഷിക വരുമാനം നിങ്ങൾക്ക് ഉള്ളത് കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബിലോ 1 lakhs എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അത് കൂടുതലുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ടാക്സ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ വരുന്നത് നിങ്ങൾ എന്താണ്, അതായത് നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കൊടുക്കുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ്, ബിസിനസ്സിൽ നിന്നാണോ സാലറിയിൽ നിന്നാണോ, അപ്പോൾ അത് ഏതാണെന്ന് കൊടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായിരുന്നാലും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കവിടെ ഫില്ല് ചെയ്യാനുണ്ടാവും. നമ്മുടെ ബിസിനസ്സൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ബിസിനസ്സിൻ്റെ പേര് തുടങ്ങിയവയൊക്കെ ഒന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് കാണാമെന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ മലയാളത്തിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ പറഞ്ഞു തരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ അതേ ഡയറക്ഷനിൽ ചെയ്തു കൊടുത്താൽ മതി. വളരെ വേഗത്തിൽ 5-10 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റ് മതിയാവും. അവർ കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പ് വീതം കസ്റ്റമർ കെയറിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിൽ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡും യൂസർ ഐ ഡി ലഭിക്കും, പാസ്വേഡ് ലഭിക്കില്ല. അതിനുശേഷം നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്ത് ബാക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണിക്കാത്തതിൻ്റെ കാര്യം വീഡിയോസുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാണിക്കാൻ പാടില്ല എന്ന് യൂട്യൂബിൻ്റെ പോളിസി ഉള്ളത് കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നോമിനി ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആകും. ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജിയോജിത്ത് അക്കൗണ്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം വരുന്നത് നിങ്ങൾ എല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ആ സെഗ്മെൻ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുക. കസ്റ്റമർ സപ്പോർട്ടിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അവിടെ ഡിലേ വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ കസ്റ്റമർ കോൺടാക്റ്റ് ചെയ്യും. മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ബാങ്ക് പാസ്ബുക്കോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്.